സംയുക്ത കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത പഞ്ചാബ് ബന്ദ് തുടങ്ങി 34 ദിവസമായി നിരാഹാര സമരം തുടരുന്ന ജഗ്ജിത് സിംഗ് ദലേവാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് സമരം. വിവരങ്ങളുമായി രാകേഷാണ് ചേരുന്നത് ന്യൂസ് ഡെസ്കിൽ നിന്നും. രാകേഷ്, ഗുഡ് മോർണിംഗ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം? ആശ്വതി, ഗുഡ് മോർണിംഗ്. കാരണം കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആരംഭിച്ചതാണ് കർഷകരുടെ സമരം. കാരണം പഞ്ചാബിൽ നിന്ന് ഡൽഹിയിലേക്കായിരുന്നു മാർച്ച് നിശ്ചയിച്ചിരുന്നത്. ആ മാർച്ച് പിന്നീട് ഹരിയാന അതിർത്തിയിൽ പോലീസ് തടഞ്ഞു. പലപ്പോഴും അതിർത്തി മറികടക്കാൻ, പഞ്ചാബ് അതിർത്തി മറികടന്ന് ഹരിയാന വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ കർഷകർ ശ്രമം നടത്തി. പക്ഷേ പോലീസ് അതിനെല്ലാം നേരിടുകയാണ് ചെയ്തത്. ഇതേ തുടർന്ന് രണ്ട് അതിർത്തികളിലായി, ഖനൌരി അതിർത്തിയിലടക്കം രണ്ടിടങ്ങളിലായി ക്യാമ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കർഷകർ. അതിനിടയിലാണ് നവംബർ 26 മുതൽ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ നിരാഹാര സമരം ആരംഭിച്ചത്. ഏതായാലും കർഷകർ ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഏർപ്പെടുത്തുക. ഒപ്പം തന്നെ 2021 ലഖിംപൂർ ഖേരിയിൽ ഉണ്ടായിട്ടുള്ള കർഷകർക്ക്, ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിനോട് അനുകൂല സമീപനം ഉണ്ടാവുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇന്നിപ്പോൾ 7 മണിക്കാണ് ബന്ദ് ആരംഭിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണി വരെ ബന്ദ് നടത്തും. വിവിധ കർഷക സംഘടനകൾ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വിവിധ മേഖലകളിലുള്ള അവർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ട്രക്കുകളും ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ മാർക്കറ്റുകളും താരതമ്യേന പ്രവർത്തിക്കുന്നത് കുറവാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും അനുകൂലമായൊരു നിലപാട്, അല്ലെങ്കിൽ സമരത്തിന് അനുകൂലമായൊരു സാഹചര്യം അവിടെ ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കർഷകർ ഇന്ന് ദേശീയപാതകൾ ഉപരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ റെയിൽ ഗതാഗതവും തടസ്സപ്പെടുത്തും. ഇത് എടുത്തുകൊണ്ട് തന്നെ 150-ലധികം ട്രെയിനുകൾ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. 3 വന്ദേ ഭാരത് ഉൾപ്പെടെ 150 ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട്. ചില ട്രെയിനുകൾ വഴിതിരിച്ച് വിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നോർത്തേൺ റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ സമരത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. ജഗ്ജിത് സിംഗ് ദല്ലേവാൾ ആകട്ടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നിരാഹാര സമരം പിൻവലിക്കില്ല എന്ന നിലപാട് ഇപ്പോൾ കൈക്കൊള്ളുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി.